നമസ്കാരം. ഒരു വ്യക്തിയിലേക്ക് കടന്നു വരേണ്ടതായ പല കാര്യങ്ങളും ലഭിക്കാത്തതായ സാഹചര്യം വന്നു ചേരുമ്പോൾ അത് പലർക്കും വിഷമതകൾക്ക് കാരണമായി തീരും. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുകയും എന്നാൽ ആ കാര്യങ്ങൾ അനുകൂലമല്ലാതാകുന്ന സാഹചര്യം അത് പലപ്പോഴായി ജീവിതത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നത് വിഷമകരമായ സാഹചര്യമാണ്. അത്തരം ദുരിതപൂർണമായ അല്ലെങ്കിൽ ചില വിഷമതകൾ ഈ നാളുകാർക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം, അത് ധനഭാഗ്യത്തിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ അവസരങ്ങളാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതുമാകാം. അത്തരത്തിൽ അപ്രതീക്ഷിതമായി ചില ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ പ്രവേശിക്കാനായി പോവുകയാണ്. പല രൂപങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി എത്താവുന്നതുമാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവചനങ്ങൾ ഇവിടെ ജീവിതത്തിൽ അച്ചിട്ടാകുന്ന ഒരു സമയമാണ് ഉള്ളത്. പുരോഗതിയിലേക്ക് ഇവർ പ്രവേശിക്കാനായി പോവുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ പുരോഗതിയുടെ സൂചനകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകടമാകുന്ന ഒരു അവസരമാണ് ഉള്ളത്. പുതിയ അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദീർഘകാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകളും തുലവും കൂടുതലാണ്. കുടുംബ ജീവിതത്തിലും ആശ്വാസം ലഭിക്കുകയും ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. പങ്കാളിക്കൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ് സംബന്ധമായി പുരോഗതിയിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരായിരുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം പ്രകടമാകുന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ധന നേട്ടങ്ങളിലേക്കും കഷ്ടതകൾക്ക് ഒരു വിരാമം സംഭവിക്കുകയോ ചില വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ സഹായം, വിദേശവാസം പോലുള്ള കാര്യങ്ങൾ സാധ്യമാവുക, ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസമോ അവസരങ്ങളോ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ഇത്തരത്തിൽ പ്രതികൂലമായിരുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, പ്രത്യേകിച്ചും വളരെ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കാത്തതായ അവസ്ഥയോ, വിഷമങ്ങൾ ഒഴിഞ്ഞിട്ട് സമയമില്ല എന്ന് പറയുന്നത് പോലെ വിഷമകരമായ കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം ഇവർ. എന്നാൽ അനുഭവിച്ചു പോരുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം അനിവാര്യമാണ് എന്ന ബോധ്യം ഇവർക്കുണ്ട്. അത് ആത്മവിശ്വാസമായി നിങ്ങളിൽ വർദ്ധിക്കേണ്ട സമയം തന്നെയാണ് കടന്ന് വന്നിട്ടുള്ളത്. നേതൃപരമായ കഴിവുകൾ നിങ്ങൾക്ക് സിദ്ധിക്കും, അല്ലെങ്കിൽ അത് വർദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വലിയ രീതിയിൽ നേട്ടങ്ങൾ നൽകും. കുടുംബത്തിലെ അസ്വസ്ഥതകൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ കാലമായി ജോലി അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. വാർത്തകൾ, ശുഭവാർത്തകൾ നേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്.
എന്തായിരുന്നു നിങ്ങൾക്ക് എതിരായി നിന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കാം. വിദ്യാർത്ഥികൾക്കാണ് എങ്കിലും പരീക്ഷകളിൽ ശോഭിക്കുവാൻ സാധിക്കും. പരസ്പരമുള്ള പഴിചാരലുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. യാത്രകൾ ഗുണകരമായി ഭവിക്കാം. സുതാര്യത നിങ്ങളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. നിങ്ങൾക്ക് ഉയരുവാൻ സഹായകരമായ സാഹചര്യങ്ങൾ ഒരുങ്ങുക. ബിസിനസ് സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം. പ്രവചനം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി ഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജീവിതത്തിൽ വന്നു ചേരുന്ന അനുകൂല കാര്യങ്ങൾ നിലനിർത്തുവാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയോ അർഹതപ്പെട്ടതായ പല കാര്യങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥയോ ഉണ്ട്. പല കാര്യങ്ങളിലും കഠിനമായ പരിശ്രമങ്ങൾ ചെയ്തിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാൽ സന്തുലിതാവസ്ഥയുടെയും വിജയത്തിന്റെയും ഭാഗമായി തന്നെ ഈ സമയം നിങ്ങളിലേക്ക് അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഭാഗ്യം മൂലം നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം. പല ജോലികളും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമൂഹിക പദവി പോലും നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ബിസിനസ് സംബന്ധമായും സാമ്പത്തികമായും പുരോഗതിയിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയ തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ആവശ്യങ്ങൾ ഫലവത്താകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. പല കാര്യങ്ങളിലും അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം കൂടിയാലോചനകളിലൂടെ പല കാര്യങ്ങളിലും ഒരു വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കാം. യാത്രകൾ അനുകൂലമായി തീരും. ഈ സമയം നിങ്ങൾക്ക് എന്താണോ മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കും. ആദരവ് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അത് ലഘൂകരിക്കുവാനുള്ള ശ്രമങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പരിശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ജോലി ഭാരമേറും. മനസ്സിന് വിഷമതകൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ഈ ജോലിഭാരം നിങ്ങൾക്ക് കൃത്യമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമുണ്ട്. ലാഭം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള അവസരങ്ങൾ വന്നു ചേരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടേക്കാം. കൂടാതെ പ്രണയബന്ധങ്ങൾ അനുകൂലമാകാം. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. തടസ്സങ്ങളുണ്ട് എങ്കിലും അത് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സഹായ വാഗ്ദാനങ്ങൾ ലഭിക്കാം. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. സ്വസ്ഥത കുടുംബത്തിൽ ലഭിക്കാവുന്ന സമയമാണ്. ക്ലേശങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമർപ്പണങ്ങൾ കൃത്യമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനായി സമയം കണ്ടെത്തുവാൻ സാധിക്കും. നല്ല ഫലം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മുൻപിലുള്ളത്. ഏകോപനം മികച്ചതായി തീരാം. ഔദ്യോഗിക കൃത്യങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അകലം പാലിക്കുവാൻ സാധിക്കും. ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സ്വീകാര്യത വർദ്ധിക്കുന്ന സമയമാണ് മുൻപിലുള്ളത്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അലച്ചിൽ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. ഔദ്യോഗികമായ സ്വസ്ഥത കൈവരിക്കുവാൻ സാധിക്കും. കാര്യനിർവഹണത്തിന് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. എതിർപ്പുകൾ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും.
കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരാം. ഉത്കണ്ഠ പല കാര്യങ്ങളിലും ഉണ്ടാകും, എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രണയികൾക്കും അനുകൂല സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം.